എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിരന്തരം സംഖ്യകളെക്കുറിച്ച് മാത്രമാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു പക്ഷേ ചിലപ്പോൾ കാണാത്തതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ എല്ലാ വിഷയങ്ങളെയും കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പല ഉസ്താദ്ക്കന്മാരുടെയും തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണണം. കാരണം ഈ പ്രത്യേകിച്ച് ഈ ഒരു ചോദ്യമായിട്ട് വരുന്നത് ഇവിടുത്തെ സംഖ്യകൾ തന്നെ, അല്ലെങ്കിൽ സംഖ്യ അനുഭാവികൾ തന്നെയാണ്. പിന്നെ സംഖ്യകളെ കുറിച്ചിട്ട് വാർത്ത ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരുത്തൻ വേണ്ടേ നല്ല പ്രവൃത്തി കാണിക്കാൻ? ഒരുത്തനും നല്ല പ്രവൃത്തി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സംഖ്യകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. നിത്യ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് 151K ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതാണ്. പുള്ളിക്കാരിയുടെ ഭർത്താവ് ഒരു ഇന്ത്യൻ ആർമിയാണ്. പുള്ളിക്കാരി നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ ഈ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റാണ്. ഇത്രയും ധൈര്യത്തോടെ ഇവിടെ നിൽക്കാൻ കേരളത്തിലല്ലാതെ മറ്റെവിടെ പറ്റും? അതായത് ഒരു ബീഫ് സ്റ്റാളിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്. സത്യത്തിൽ ഈ പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. ഇതിടുന്ന മുഴുവൻ ഇവിടുത്തെ സംഖ്യ മരപ്പട്ടി വാണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ സംഖ്യകളെ കുറിച്ച് പറയുന്നത്. AP ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു പരമനായ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. അതായത് സ്ത്രീകളാണെങ്കിൽ പോലും സംഘപരിവാറിന് വിഷയമല്ലെന്നുള്ള, അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ സംസാരിച്ചാൽ അവരെല്ലാം പിന്നെ രാജ്യവിരുദ്ധരായിട്ടാണ് ഈ ചെറ്റകൾ ഇവരുടെ കണ്ണുകൊണ്ട് കാണുന്നത്. അപ്പം ഈ നാറിയിട്ടിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: ഒരുമാതിരി ഊമ്പിയ വർത്താനം പറയരുത്. നോർത്ത് ഇന്ത്യക്കാർ പൊതുവെ ബീഫ് കഴിക്കുന്നത് കുറവാണ്, അഥവാ കഴിച്ചാലും പശുവിനെ ഉപയോഗിക്കില്ല. ഈ അടുത്ത സമയത്ത് മദ്രാസ് ഹൈക്കോടതി പോലും പശുവിനെ കൊല്ലരുത് എന്ന് ഉത്തരവ് വന്നിരുന്നു. ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്ന എന്താ അറിയാം, BJPയുടെ പശ്ചിമ ബംഗാളിലൊരു MLA പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ? പശുവിനെ 14 വയസ്സ് കഴിഞ്ഞാൽ അറുക്കാം. അപ്പോൾ ആ പശുവിന് ജനന സർട്ടിഫിക്കറ്റ് കാണിക്കണം. കാരണം 14 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ആക്കണം. പിന്നെ ഇവർ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഇതിനെ അറുക്കാൻ പാടുള്ളൂ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റ് ചെയ്ത്, അതായത് പശു ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, എരുമ ആയിക്കോട്ടെ, ഇതിനല്ല ഈ മച്ചി പശുവിനെയൊക്കെ ഇവർ അറുത്തങ്ങോട്ട് കയറ്റി ഹലാൽ ബീഫ് എന്നും പറഞ്ഞുകൊണ്ട് തട്ടി അടിച്ച് അങ്ങോട്ടങ്ങ് വിട്ടേക്കുക ഗൾഫിലേക്ക്. അൽ ഉസ്മാൻ, അൽ കബീർ, അൽ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇടുന്നത്. 35 കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷം ലാഭം കിട്ടിയെന്നൊക്കെ പറയുന്നത്. മറ്റൊരു പരമനായ ഇട്ടിരിക്കുന്ന ഇതാണ് ദീപക് കാലിക്കട്ടാണ് കേട്ടോ. ഒന്ന് പോടി ചൂലെ അറുവാണിച്ചി, നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണം, പന്നി ജാതികൾ ഇറങ്ങും. സത്യത്തിൽ ഇവന്മാരെ പോലുള്ള ഈ ഊളകൾ ഇത്തരം കമൻറ്റുകൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സംഖ്യകളെ കുറിച്ചിട്ട് കൂടുതലും സംസാരിക്കുന്നത്. ഇനി ഈ സഹോദരി സംഖ്യകളുടെ അണ്ണാക്കിൽ അടിച്ചു എടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കേട്ടു വയ്ക്കൂ. ഇന്ന് നല്ല ഫ്രഷ് ബീഫ് വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ ഇതിൻ്റെ വോയിസ് അവിടെ വെച്ച് പറഞ്ഞത് മ്യൂട്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ബീഫിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസും കുറച്ചൊക്കെ നല്ല കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഇത്രയധികം മോശപ്പെടുത്തി ഇങ്ങനെ കമൻസ് ഇട്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടില്ല എങ്കിലും കുറച്ച് നമ്മുടെ നോർത്തേൺ സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെയൊന്നും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് പോലെ സുലഭമായിട്ട്, അതായത് മുക്കിനും മൂലയിലും ഒന്നും ബീഫ് വിൽക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതും പോയിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം, ബീഫും കപ്പയോ അല്ലെങ്കിൽ എന്തോ ആണ് ഉണ്ടാക്കിയത് അത് നമുക്ക് പറയാം. പക്ഷേ അതിപ്പോൾ നമ്മുടെ നോർത്തിൽ ചെന്നിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് നോൺ വെജ് ഉണ്ടാക്കിയെന്ന് പറയാൻ തന്നെ പേടിയാണ്, പ്രത്യേകിച്ച് ബീഫ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമുക്ക് പുറത്ത് വീട് തരുന്നത് പോലും നിങ്ങൾ വെജാണോ എല്ലാവരും അല്ല കേട്ടോ, ഒരു 100ൽ 95 പേരും നിങ്ങൾ വെജാണോ നോൺ വെജാണോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് നമുക്ക് വീട് താമസ സൗകര്യത്തിന് തരുന്നത്. അവിടെ ഒരു മുട്ട പോലും വറുത്തെടുക്കാനോ മുട്ടക്കറി ഉണ്ടാക്കാനോ പോലും പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സ് നിന്നിട്ടുള്ള വീട് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയായിരുന്നു. എല്ലാ പേരെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാരും അങ്ങനെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക മതവിശ്വാസത്തോടോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൂറും എതിർപ്പും അങ്ങനെ ഒന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനാണ് ഒരുപാട് പേര് ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് പറയുന്നുണ്ട്. അത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കമൻസാണ്
ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് എന്തിനാണ് എന്നുള്ള കാര്യം എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജയ്പൂരിൽ പോയി ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ധൈര്യത്തോട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് പോലെ അവിടെ അങ്ങനെ കിട്ടിയിട്ടുമില്ല. നമ്മൾ ചെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് അവർ പറഞ്ഞത് എൻ്റെ മുഖം കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നു, നിങ്ങളുടെ ബീഫ് വാങ്ങിച്ചിട്ട് പോകുന്നു, അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതെന്തെങ്കിലും പ്രശ്നം വന്നേക്കാം എന്നുള്ള കാര്യം അവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ആരെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലാതെ ഒന്ന് മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു. അല്ലാതെ കേരളത്തിൽ മാത്രമാണ് ബീഫ് കിട്ടുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ബീഫ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാനിട്ട പോസ്റ്റിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്കതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. നിങ്ങൾ കേട്ടല്ലോ, ശ്രീജ നിത്യ എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു ഇന്ത്യൻ ആർമിക്കാരനാണ് കേട്ടോ. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഈ സഹോദരിയും കുടുംബത്ത് പോയി താമസിച്ചിട്ടുണ്ട്. അവർ അവിടെയൊക്കെ ബീഫ് വാങ്ങിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ബീഫ് കടയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത്രയും ധൈര്യത്തോടുകൂടി നിൽക്കാൻ മറ്റൊരു സ്ഥലത്തും പറ്റില്ല എന്ന് പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നതും ഒക്കെ സംഖ്യകൾ തന്നെയാണ്. ഇനി അഥവാ ഇനി ഏതെങ്കിലും ബീഫ് സ്റ്റാളിന്റെ മുമ്പിൽ വന്നിട്ട് കൊടിയും പിടിച്ചോണ്ടെങ്ങാണ് ഇവന്മാർ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓടിയില്ലേ, ആ ഓടിയതിന്റെ ബാക്കി ഓട്ടവും കൂടെ ഇവന്മാർ ഓടേണ്ടി വരും. അങ്ങനെ ഓടിക്കാൻ പറ്റുന്ന നല്ല ചുണക്കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ വടക്കേന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ബക്രീദിന് പശ്ചിമ ബംഗാളിൽ 100 കണക്കിനല്ല 1000 പശുക്കളാണ് ചത്തൊടുങ്ങിയത്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അതിന്റെ വീഡിയോസൊക്കെ അല്ലേ. ഒരുപാടെണ്ണം ഇങ്ങനെ പറമ്പത്ത് ഇങ്ങനെ ചത്ത് കിടക്കുന്ന നമ്മൾ കണ്ടിരുന്നു. 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ ബക്രീദിന് വേണ്ടി മാത്രം അവർ വളർത്തിയ പശുക്കളെ അവർക്ക് വിൽക്കാൻ പറ്റില്ല. സുവേന്ദു അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അവൻ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളുടെ അണ്ണാക്കി തന്നെ അവൻ അടിച്ചു കൊടുത്തു. അവസാനം ഒരു ഗതിയും നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇതിനെ ഇനി അങ്ങനെ ഞങ്ങൾ മേടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഞങ്ങളെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിയൊക്കെ നിർത്തി പകരം ഞങ്ങൾ ആടിനെ അറുത്തു കൊടുക്കുകയാണെന്നങ്ങ് പറഞ്ഞിരുന്നു. അതും ഇവന്റെ കണ്ണാക്കിലാണ് കിട്ടിയത്. പിന്നെ പശുവിനെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കണമെന്ന് മുസ്ലിം പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോഴത്തേക്ക് ഡബിൾ അണ്ണാക്കിലാണ് ഇവന്മാർക്ക് അടി കിട്ടിയത്. ഇതുപോലുള്ള സഹോദരികൾ അതിന് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇനി ഹൈന്ദവ മതത്തിൽപ്പെട്ടതാണെങ്കിൽ അവർ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്ന പരമനാറികളുണ്ടല്ലോ, അത് സംഖ്യകൾ തന്നെയാണ്. കാരണം അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാൻ കഴിവില്ലാത്ത കഴിവുകെട്ട അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള ആ പ്രവർത്തികളാണ് ഇതുപോലുള്ള സഹോദരികളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇവന്മാർ കടന്നുകൊണ്ട് മെഴുകുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറ, നമ്മൾ സംഖ്യകളെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റോടൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ സഹോദരി, ബിഗ് സല്യൂട്ട്.